ജാതിക്കാർഡ് പഴയതുപോലെ വിലപ്പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭാഷയുടെ കാർഡ് ഇറക്കി കളിക്കുകയാണ് തമിഴ്നാട്ടിൽ DMK. ഹിന്ദി വിരോധം ആളിക്കത്തിച്ചുകൊണ്ട് മുതലെടുക്കാനാണ് അവരുടെ ശ്രമം. DMKയെ എതിർക്കുന്ന BJP ആകട്ടെ ഹിന്ദിക്കും തമിഴിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഒരിടത്തും തൊടാതെ നമ്മുടെ നടൻ വിജയ് പുതിയ പാർട്ടിയുമായിട്ട് രംഗത്ത് വന്നു. തമിഴക വെട്രി അല്ലേ? അതെ, അദ്ദേഹവും വെട്രി കഴകം അദ്ദേഹവും ഇപ്പോൾ ഇതാ അകാരണമായി ഹിന്ദിക്കെതിരെ പടവാളോങ്ങി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് സാർ ഈ വിജയ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? വിജയുടെ ഒന്നാം വാർഷികമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പം അവരുടെ ഭാരവാഹികളെ മുഴുവൻ കൊണ്ടുവന്ന് അണിനിരത്തിക്കൊണ്ടൊരു വലിയ ഷോയാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സന്ദർഭത്തിൽ കൊത്തിയ ഒരു വിഷയം, അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയത്തിൽ വളരെ മുന്നോട്ട് നിന്ന ഒരു വിഷയമാണ് ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതൊന്ന് പക്ഷെ അതിൽ പൂർണ്ണമായും വിജയ് കൊത്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദിയുടെ പ്രശ്നം പറഞ്ഞിട്ട് വിജയ് ചോദിച്ചത് ഇറ്റ് ഇസ് വാട്ട് ബ്രോ, ഇറ്റ് ഇസ് വെരി റോങ് ബ്രോ എന്നാണ്. അപ്പോൾ അത് പറഞ്ഞാൽ വിജയ്ക്ക് അതിൻ്റെ കളി മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹിന്ദി ബെൽറ്റിലേക്കുള്ള എതിർപ്പ്, അല്ലെങ്കിൽ അത് ഹിന്ദി ഭാഷയിലൂടെ നടത്താമെന്നാണ് DMK പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ BJP അതിനെ ഇപ്പോൾ ശക്തമായി കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ എത്ര കേന്ദ്രീയ വിദ്യാലയ സ്കൂളുകളുണ്ട്, ആ സ്കൂളുകളിലെല്ലാം ഹിന്ദി നിർണായകമാണ്, അതെല്ലായിടത്തും പഠിക്കുന്നുണ്ട്. പിന്നെ ഈ സ്കൂളുകളിൽ അധികവും നടത്തുന്നത് DMKയുടെ ആൾക്കാരാണ്. മനസ്സിലായില്ലേ? DMKയുടെ ഭാരവാഹികളാണ് അധികവും ഈ CBSE സ്കൂൾ നടത്തുന്നത്. വിജയും CBSE സ്കൂളുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കച്ചവടത്തിൽ ഹിന്ദി ആവാം, രാഷ്ട്രീയത്തിൽ ഹിന്ദി പാടില്ല എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ ഉള്ള അവസരങ്ങൾ തമിഴിന് തഴയപ്പെടണം, ഇവിടെ കിടന്ന് കളിച്ചോണം എന്നുള്ള ഒരു മെസ്സേജ് ഈ BJP മുന്നോട്ട് വെച്ചത്. ഈ ഇത്തരം സ്കൂളുകളിലൊക്കെ പഠിക്കാൻ പോകുന്നത് വലിയ പണക്കാരായ ആൾക്കാരുടെ മക്കളാണ്. അപ്പോൾ അവർ ഹിന്ദി പഠിച്ചോട്ടെ, അവർ ഹിന്ദി പഠിച്ചോട്ടെ മാത്രമല്ല, എന്നിട്ട് ഉന്നത സ്ഥാനങ്ങളിൽ എത്തട്ടെ, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പോയി എത്തിക്കോട്ടെ, നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലൊക്കെ ഉള്ള ഉന്നത സ്ഥാനങ്ങൾ. പക്ഷെ പാവപ്പെട്ട തമിഴന്റെ മക്കൾ, അവൻ തമിഴും പറഞ്ഞു, ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തമിഴ് മാത്രം പഠിച്ചു, അവൻ തമിഴ് പറഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങി തെണ്ടി തിരിഞ്ഞോട്ടെ. അതെ, DMKയുടെ വോട്ട് ബാങ്കായി എന്നും ഇങ്ങനെ അടിമപ്പണി ചെയ്ത് കിടന്നോട്ടെ എന്നുള്ള ഒരു സ്റ്റൈലിലേക്ക് അത് BJP കൊണ്ടുവന്നു. അത് അണ്ണാമലൈ അത് ഭംഗിയായിട്ട് യൂസ് ചെയ്തു. എത്ര സ്കൂളുകൾ DMKക്കാർ നടത്തുന്നുണ്ട്, എത്ര സ്കൂളുകൾ വിജയ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം ആൾക്കാർ കുട്ടികളെ എവിടെയൊക്കെ അയക്കുന്നു. അപ്പോൾ ഈ കുട്ടികളെ കൂടെ അവഹേളിക്കലല്ലേ എന്നൊക്കെയുള്ളതാണ് അതിനകത്ത്. ഇപ്പം ഇത്രയും പേരെ അയക്കുമ്പം അവരുടെ രക്ഷകർത്താക്കൾ ചിന്തിക്കുമല്ലോ, ഇത് ഹിന്ദി എന്ന് പറഞ്ഞാൽ അങ്ങനെ ബാലികേറാം അലയൊന്നും അല്ല എന്ന് അവിടുത്തെ യുവാക്കൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒത്തിരി പേര് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജോലി നോക്കുന്നവരൊക്കെ ഹിന്ദി പഠിക്കില്ലേ, ഒരു ബേസിക് ഇല്ലാതെ പോലും പോയി ഹിന്ദി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദി അത്ര വലിയ ഒരു ബാലികേറാം അല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡിവൈഡ് ഉണ്ടാക്കാനാണ് BJP അതിനെ തിരിച്ചുമാണ് ഉപയോഗിക്കുന്നത്. BJP ഇതിനെ, അതായത് ഹിന്ദി തമിഴ് ഒരു വിരോധത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന വിധത്തിൽ, മറിച്ച് അവസരങ്ങൾ കൂട്ടുകയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് BJPയുടെ തന്ത്രമായിട്ട് അവർ പയറ്റുന്നത്. ഒരു ഹിന്ദി തമിഴ് ഐക്യമാണ് BJP മുന്നോട്ട് കൊണ്ടുവരുന്നത്. കാരണം ഈ രണ്ട് ഭാഷകൾക്കും ഈക്വൽ പ്രാധാന്യം. ലോകത്തെ ഏറ്റവും പഴക്കമേറിയ ഭാഷയാണ് തമിഴ്. അതിനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അതിന് വേണ്ടതെല്ലാം നമ്മൾ ചെയ്യും. അതോടൊപ്പം ഇന്ത്യയിലെ ദേശീയ ഭാഷ. അപ്പോൾ ഇത്രയോ പേര് ഇവിടെ ഫ്രഞ്ച് പഠിക്കുന്നു, ജർമ്മൻ പഠിക്കുന്നു, എന്നൊക്കെ പഠിക്കുന്നു. അപ്പോൾ അതിനെയൊന്നും എതിർക്കുന്നില്ലല്ലോ ആരും. അപ്പോൾ എന്തിനാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷയെ തന്നെ എതിർക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉദ്ദേശം രാഷ്ട്രീയമല്ലേ എന്ന് അവർ താഴെത്തട്ടിലേക്ക് ചോദ്യം എറിഞ്ഞു കഴിഞ്ഞു. അതെ, ഇവര് തമിഴിന് ഒരു വേറിട്ട വ്യക്തിത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അണ്ണാമലൈ മറിച്ച് തമിഴും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ അവിടെ അത് കളിക്കുന്നത്. അപ്പോൾ അതിൽ BJP ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഹിന്ദി വിരോധം അല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റിനോടുള്ള വിരോധം, അത് BJPയോടുള്ള വിരോധം ഒക്കെ ആയിട്ട് നിൽക്കുന്നെങ്കിൽ അതങ്ങ് സംസാരിച്ച് ഈസി ചെയ്ത് പോവുക ഒരു വർഷത്തിനകം. അപ്പോൾ 26-ൽ ഇതൊരു വലിയ വിഷയമാകരുത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് റോങ് ബ്രോ, വാട്ട് ബ്രോ എന്നൊക്കെ വിജയ് ചോദിക്കാൻ കാര്യം. അതിന് നല്ല കൈയടി കിട്ടി, അദ്ദേഹത്തിന്റെ സദസ്സിൽ ഭയങ്കര കൈയടി കിട്ടി. പക്ഷേ ഈ വിജയിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കുമോ?
വിജയിന് അവിടെ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും? വിജയ്ക്ക് ഒരു ഗുണമുണ്ട്. ഇപ്പം MGRനും ജയലളിതയ്ക്കും ശേഷം ഒരു സിനിമാക്കാരൻ വന്നിട്ട് എന്തെങ്കിലും ഇടം നേടിയെങ്കിൽ അത് വിജയാണ്. ഈവൻ കമലഹാസന് പോലും ഇത്രയും സാധിച്ചില്ല എന്നുള്ളതാണ്. ആ ഒരു പ്ലസ് പോയിന്റ് വിജയ്ക്കുണ്ട്. പക്ഷെ വിജയ് ഒറ്റയ്ക്ക് നിന്ന് രക്ഷപ്പെടുമെന്ന് ചോദിച്ചാൽ അത് പരാജയമായിരിക്കും. പ്രത്യേകിച്ച് ഈ 26-ലെ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വിജയ് ചില തന്ത്രങ്ങൾ ഇപ്പോൾ എടുക്കുന്നത്. ചെറിയ ചെറിയ പാർട്ടികളെ കൂടെ നിർത്താൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. ADMK പോലും അവസരം കിട്ടിയാൽ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതൊരു പ്രത്യേക മുന്നണിയായിട്ട് മുന്നണിയല്ല, ഇതിൽ ബഹുഭൂരിപക്ഷവും അവരുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നിൽക്കണം. എന്നാൽ ADMKക്ക് ഒരു പങ്ക് കൊടുക്കാം. പിന്നെ മറ്റ് ചെറിയ പാർട്ടികളെ മാക്സിമം ഉള്ളവരെയൊക്കെ ഇതിനകത്തേക്ക് നിർത്താൻ പറ്റുന്നവരെ കൊണ്ടുവരാം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. DMKയുടെ തന്നെ ഒരു കൂട്ട് പൊളിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ വിജയിക്കാൻ എത്രത്തോളം സാധ്യത ഉണ്ടെന്നുള്ളത് DMK ഒരു വലിയ ശക്തിയാണ്. DMKയെ നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ പറ്റത്തില്ല. DMK എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ CPM ആണ്. അടിത്തറ വളരെ സ്ട്രോങ്, അരക്കിട്ട് ഉറപ്പിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ CPMനേക്കാൾ വലിയ കേഡർ പാർട്ടി ഇന്ന് പിന്നെ DMK ആണ്. അത് കരുണാനിധി മുതലുണ്ടാക്കിയ ആ ഒരു ബേസ് വളരെ കൃത്യമാണ്. പക്ഷെ സാർ, ഈ അവിടെ നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു പാർട്ടി കൂടെ ഉണ്ട്, AIADMK. അതെ, അവരത്ര മോശക്കാരൊന്നും അല്ല. അവർക്കിപ്പോഴും ബേസ് ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്, പാർട്ടി സ്ട്രക്ചർ എല്ലാം ഉണ്ട്. അത്യാവശ്യം വോട്ടും ഉണ്ട്. അത്യാവശ്യം വോട്ടും ഉണ്ട്. അതിൽ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അതിൽ കുറെ BJP വിരുദ്ധ വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് സാർ ഈ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക തരം ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ചുവട് പിടിച്ച് പോകുന്നത് കൊണ്ടല്ലേ AIADMKക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. അതൊന്ന്. രണ്ടാമത് പിന്നെ ഈ മുസ്ലിം വോട്ടുകൾ അവിടെ പല മണ്ഡലങ്ങളിലും നിർണായകമാണ്. അപ്പൊ അതും കൂടെ ഒരു ഘടകമാണ്. എല്ലായിടത്തും അല്ലെങ്കിൽ പോലും അണ്ണാമല അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം പിന്നെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഹിന്ദുക്കളുള്ള സ്ഥലങ്ങളാണ്. അവിടെ എന്തുകൊണ്ട് BJPക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവിടെ കടന്നു കയറാൻ കഴിയാത്തത് കൊണ്ടാണെന്നും അതിപ്പോൾ കടന്നു കയറിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ഈ 3% ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3% വോട്ട് 13% വളർന്നു. 13% കൊണ്ടുവരാൻ കഴിഞ്ഞതും BJPക്ക് ഒരു വലിയ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാണ്, കൂട്ടില്ലാതെ. അതെ. അപ്പൊ ഇത് AIADMKക്ക് ഒരു പ്രേരണയാണ്. നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും DMK നേരിടാൻ പറ്റില്ല. ഇപ്പോൾ വിജയുടെ കൂടെ കൂടിയതുകൊണ്ട് മാത്രം തങ്ങൾക്ക് DMK നേരിടാനുള്ള ശക്തി ആകുമെന്നും അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതൊരു ഫൈറ്റ് ഭയങ്കരമായിട്ട് വരുന്ന ലക്ഷണമാണ്. ചിലപ്പോൾ ഒരു ത്രികോണം ഒന്നും കൂടായില്ല. DMK ഒരു സൈഡിൽ, AIADMKയും ചിലപ്പോൾ പിന്നെ BJPയും ചേർന്ന്, ഒന്നുകിൽ AIADMKയും വിജയും ചേർന്നൊരു ചേരി, BJP ഒറ്റയ്ക്ക് ചെറിയ പാർട്ടികളുമായിട്ടൊരു ചേരി. ഇങ്ങനെ വന്നാലും BJPക്ക് ഗുണമാണ്. ത്രികോണം വന്നാലും BJPക്ക് ഗുണമാണ് അവിടെ. ഇനി അതല്ല, AIADMKയും കൂടെ ഇപ്പുറത്ത് നിർത്തിയാൽ വിജയ് പിന്നെ DMK വിജയ് AIADMK BJP നിന്നാലും അവിടെ അവർക്ക് BJPക്ക് ഗുണമായിട്ട് വരും. അതാണ് 26-ലെ ഇലക്ഷനിൽ അമിത്ഷാ ഇപ്പോഴേ പറഞ്ഞു, ആന്ധ്രയും ഹരിയാനയും ഡൽഹിയും ഒക്കെ ഇത്തവണ അതിനേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി തമിഴ്നാട്ടിൽ ആവർത്തിക്കും. കാരണം അവിടെ ഇൻറോഡുകൾ പലതും ഉണ്ട് എന്നുള്ളത് BJPക്ക് ഇപ്പം മനസ്സിലായി. അതിനുള്ള തന്ത്രങ്ങൾ ഫൈറ്റുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ കളിയാണ് ഈ ഹിന്ദി വിരോധം. പിന്നെ കുട്ടികളിലൂടെ, യുവാക്കളിലൂടെ, ഇപ്പോൾ +2 പഠിച്ചിറങ്ങുന്ന CBSE +2 പഠിച്ചിറങ്ങുന്ന കുട്ടികളിലൊക്കെ ഇത് നിലനിർത്തിക്കൊണ്ട് ഒരു അടിത്തട്ടിൽ ഒരു ഹിന്ദി വിരോധം മാറി അതൊരു നാഷണൽ ലാംഗ്വേജ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന ഒരു സംസാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇപ്പോൾ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അണ്ണാമല ഒരു കരുത്തുറ്റ നേതാവാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നമുക്ക് വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 2026 വിജയ് ആദ്യമായിട്ടാണ് മത്സരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തില്ലായിരുന്നല്ലോ, മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ 2026 സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കുന്ന മത്സരം വിജയിനെ സംബന്ധിച്ച് ഒരു വലിയ അഗ്നി പരീക്ഷണമാണ്. BJPയെ സംബന്ധിച്ച് 13% വോട്ട് കയ്യിലിരിക്കുന്ന പാർട്ടിയാണ്. അവിടെ നിന്ന് എത്ര വളർന്നു എന്ന് തെളിയിക്കാൻ സാധിക്കും അവർക്ക്. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞതുപോലെ AIADMKക്ക് എന്തായി തീരും, അവരുടെ രാഷ്ട്രീയ ഭാവി എന്തായി തീരും, അവർ BJPയുടെ പുറകിൽ പോകുമോ
അതോ ഇപ്പോഴും നിലനിൽക്കുന്നത് പോലെ തന്നെ ഒരു മുഖ്യ പ്രതിപക്ഷമായിട്ട് തുടരുമോ? സ്റ്റാലിന് ഭരണ തുടർച്ച ഉണ്ടാകുമോ? ഇതൊക്കെയാണ് ഉയരുന്ന ചോദ്യം. ഇവിടെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടമുള്ളത് ADMK മാത്രമാണ്. DMK അറിയാം അവർ ഇന്നതാണ് പോളിസി, അത് ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്, അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾ ഇന്ന ഒരു കൂട്ടായിട്ടാണ് മത്സരിക്കുന്നത്, ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളിങ്ങനെ മത്സരിക്കുമെന്ന് ADMK അറിയാം. പിന്നെ വിജയ്ക്കും അറിയാം തൻ്റെ കഴകം ഇങ്ങനെയാണ് മത്സരിക്കാൻ പോണത്, അതിൽ ADMK കിട്ടുമെങ്കിൽ കൂട്ടുക എന്നുള്ളതാണ്. BJPക്കും അറിയാം ഞങ്ങൾക്ക് ഇന്ന സ്ട്രാറ്റജിയാണ്, അത് താഴെത്തട്ടിലേക്കുള്ള വേരുകൾ ഇനിയും ശക്തമായിക്കൊണ്ട് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ നേരിടുക എന്നുള്ളതാണ്. അതിൽ ADMK കൂടെ കിട്ടിയാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം, അത് ADMKക്ക് ഗുണമാകും എന്നവർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് വന്നാലും ഒരു ത്രികോണ മത്സരം വന്നാൽ അതിൽ BJPക്ക് ഗുണമുണ്ടെന്നുള്ളതാണ് അവർക്ക്. ഇപ്പോഴത്തേക്കാൾ ഗുണമുണ്ടാവും, രണ്ട് മുന്നണിയായി മത്സരിക്കുന്നതിനേക്കാൾ തീർച്ചയായും ഗുണമുണ്ടാകും, പല സീറ്റുകളും അവർക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. തമിഴ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ വളരെ ഡൈനമിക്കാണ്. അവിടുത്തെ ആൾക്കാരുടെ രീതിയും അങ്ങനെയാണ്, പെട്ടെന്നാണ് അവർ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ ജയലളിത ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. അതെ, ജയലളിത ഒരിക്കലും പിന്നെ ഒരു MGR ആകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ തമിഴ്നാട്ടിൽ ശക്തമായിട്ട് അവർ വന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു നേതാവായി വന്നു. വിജയ്ക്കും ആ ഒരു സാധ്യത ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ലോവർ ലെവൽ വീരാരാധന ഉള്ളൊരു വീരാരാധന വളരെ പ്രധാനമാണ്. ആ വീരാരാധനയ്ക്ക് പറ്റിയ ഡയലോഗുകൾ അടിക്കാൻ വിജയ് മിടുക്കനാണ്. അത് MGRും ജയലളിതയൊക്കെ സംസാരിച്ചിരുന്ന പോലെ ക്രൗഡിനെ ഇളക്കി മറിക്കാൻ വിജയ്ക്ക് കഴിയും. ക്രൗഡാണ് ഏറ്റവും പ്രധാനം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം. ഈ കേഡർ പാർട്ടിയായ DMKയെ എങ്ങനെയാണ് MGR ഒതുക്കി നിർത്തിയിരുന്നത്, എങ്ങനെയാണ് ജയലളിത ഒതുക്കി നിർത്തിയിരുന്നത് എന്ന് വിജയ് പഠിച്ചിട്ടുണ്ട്. കാരണം ഈ ക്രൗഡിനെ വെച്ചിട്ട് ഈ കേഡർ ശക്തിയെ ചവിട്ടി താഴെ നിർത്തിയിരുന്നു. അതെ, അടിച്ചമർത്തിയിരുന്നു. ഈ പരീക്ഷണം നടത്താനാണ്. അതുകൊണ്ടാണ് അല്ലേ അണ്ണാമലയെ ഒരു വശത്ത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ യോഗങ്ങളിലും ഒക്കെ വലിയ ജനക്കൂട്ടമാണ്. അണ്ണാമലയ്ക്ക് സ്റ്റാർ പദവി ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു താരപദവി ഇല്ലാത്ത പദവി ഇല്ല, പക്ഷെ അതൊരു പോലീസ് പദവിയുണ്ട്. ഈ സിനിമയിലെ പോലീസ് ഉണ്ടല്ലോ, ആ പോലീസിന് എന്നേക്കാൾ റിയൽ പോലീസാണ് ഇദ്ദേഹം എന്നുള്ള തോന്നലാണ് ജനങ്ങൾക്കുള്ളത്. അതൊരു വീരാരാധനയാണ് അതിൽ. അതായത് തൊപ്പി വയ്ക്കാത്തൊരു പോലീസാണ് ഈ നിൽക്കുന്നത്, നട്ടലുള്ള ഒരു IPS കാരനാണ് നിൽക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പോലീസ് ഓഫീസറാണ് ഈ നിൽക്കുന്നത് എന്നുള്ള ഒരു ഇമേജ് അണ്ണാമലയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ജനങ്ങളും അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ചാർത്തി കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു പൊളിറ്റീഷ്യനായിട്ടല്ല അവർ കാണുന്നത്, ഒരു തെറ്റിനെതിരെ നിൽക്കുന്ന, അനീതിക്കെതിരെ ചോദ്യം ചെയ്യുന്ന ഒരു യുവ പോലീസ് ഓഫീസർ. രാഷ്ട്രീയം പിന്നേ ഉള്ളൂ, യുവ പോലീസ് ഓഫീസർ എന്നുള്ളതാണ് അവിടെ ആദ്യത്തെ ക്രൈറ്റീരിയ. അത് കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയം വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വളരെ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 2026 തമിഴ്നാട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.